മാവേലി ഒരുങ്ങി നിൽക്കുന്നുണ്ട്. തിരിച്ചു പോകാനുള്ള ഒരുക്കമാണ്. അങ്ങനെ ഓണാഘോഷമൊക്കെ കഴിഞ്ഞ് മാവേലി തിരിച്ചു പോകും. സംഭവം വേറൊന്നുമില്ല, നമ്മുടെ പരവൂര് ഓണാഘോഷമാണ്. നഗരസഭയുടെ ഓണാഘോഷം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ സമാപന സമ്മേളനം ഇന്നാണ്. ഘോഷയാത്രയൊക്കെ കഴിഞ്ഞ് മാവേലി ഇരിക്കുന്നുണ്ടോ. അങ്ങനെ ഓണാഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് ഇവിടെ മാത്രമല്ല മിക്കവാറുമുള്ള എല്ലാ സ്ഥലത്തും ഓണാഘോഷമൊക്കെ അവസാനിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ 28ാം ഓണമാണുള്ളത് നമ്മുടെ ഓച്ചിറയിൽ. ഇവിടെ ഈ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് ബസ് സ്റ്റാൻഡിൽ, കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു ഓണാഘോഷ പരിപാടിക്ക് നമ്മുടെ കൈതപ്രം നമ്പൂതിരി ഡെപ്യൂട്ടി കളക്ടറും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അതിഗംഭീരമായ പരിപാടിയായിരുന്നു. അദ്ദേഹം കുട്ടികളെ കൊണ്ട് ഇവിടെ പാട്ട് പാടിപ്പിച്ചു. വേദിയിലിരുന്ന പരവൂരിൻ്റെ നഗരസഭ ചെയർപേഴ്സണും ഒരു പാട്ട് പാടിയായിരുന്നു. അത് പഴയ ഒരു സോങ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയ പാട്ടും പുതിയ പാട്ടും എല്ലാം ഒരു വേദിയിൽ നിന്ന് കേട്ടതിൽ ഭയങ്കര സന്തോഷവും നല്ല മനസ്സ് നിറഞ്ഞാണ് അദ്ദേഹം പോയത്. വളരെ നല്ല അഭിപ്രായമായിരുന്നു. അപ്പോൾ ഈ ഒരു പരിപാടി കണ്ടുകൊണ്ട് നിന്നപ്പോഴും നമുക്കും നല്ല സന്തോഷവും കാര്യമൊക്കെ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞ 2 വാക്കുകളിലേക്ക് നമുക്കൊന്ന് കടന്നു. ശ്രീമതി ഷീജ ഒരു നഗരസഭയുടെ ചെയർപേഴ്സൺ ആവാൻ ഏറ്റവും യോഗ്യതയുള്ള ആളാണെന്ന് ഈ പരിപാടി കണ്ടാലും അറിയാം, ഈ പരിപാടി മൊത്തം കണ്ടാലും അറിയാം, പാട്ട് കേട്ടാലും അറിയാം. എനിക്ക് വളരെ എൻ്റെ പാട്ടാണ് അവർ പാടിയത്. നന്നായി പാടി. ഓപ്പണിങ് നല്ല രസമായിരുന്നു. എല്ലാ ആശംസകളും അവർക്ക് നൽകുന്നു. അതുപോലെ വൈസ് ചെയർപേഴ്സൺ, എല്ലാവരുടെയും പേര് പറയുന്നില്ല, പിന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് ഷിബു, കവിയും ഗാനരചയിതാവും ഒക്കെ. ഷിബുവിന് ഞാൻ കൊടുക്കുന്ന ഒരു സമ്മാനം, ഷിബു എഴുതിയൊരു പാട്ട് എനിക്ക് തന്നാൽ ഞാൻ മ്യൂസിക് ചെയ്ത് കൊടുക്കാം. ആദ്യം എന്നെ കാണാൻ വേണ്ടി വന്നു, ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഏത് പാട്ട് അറിയാം ചോദിച്ചു. മിന്നൽ വള അറിയാമെന്ന് പറഞ്ഞു. ആരൊക്കെയാണ് മിന്നലോട് അറിയുന്ന കുട്ടികൾ? പെട്ടെന്ന് അവരിപ്പോൾ പാടുന്ന കേൾക്കാം. ദേവദം പോയി കഴിഞ്ഞാൽ എൻ്റെ പിന്നെ കേൾക്കേണ്ട പാട്ട് ഇപ്പോൾ അത് 85-ലാണെങ്കിൽ ഇത് 25-ലാണ്, 2025-ലാണ്. വരും മക്കളെ, ഇത് മടിച്ചിരിക്കണ്ട. അത് പറ്റില്ല. ഈ പാട്ട് പാടണം. ഈ പാട്ട് ആർക്കൊക്കെ അറിയാം? ആ വെരി ഗുഡ്. അതാണ് അടിപൊളി. ചെയർപേഴ്സൺ എൻ്റെ ആദ്യത്തെ പാട്ട് പാടി. ഇപ്പോൾ അവസാനം വന്നിട്ടുള്ള പാട്ടാണ് ഇത്. ഞാൻ 1985 മുതൽ 2025 വരെ ആക്റ്റീവാണ് എന്നുള്ളതാണ് എൻ്റെ തെളിയിക്കുന്നത്. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു നഗരസഭയുടെ പരിപാടിക്ക് ഞാൻ ഇതുവരെ പങ്കെടുത്തിട്ടില്ല കേട്ടോ. കേരളത്തിലെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ശക്തമായ, ഏറ്റവും സുന്ദരമായ, ഏറ്റവും പ്രതിഭാന്വിതമായ ഒരു ഓണാഘോഷ പരിപാടിയാണ് ഇവിടെ ഞാൻ കണ്ടത്. ഞാൻ അതിനെ എല്ലാവരും, എൻ്റെ ദേവരാം മാഷയുടെ പ്രിയപ്പെട്ട നാട്ടിലെ ഞങ്ങളെ എല്ലാവരും ഞാൻ അനുമോദിക്കുന്നു, ആശംസിക്കുന്നു. മാഡം പാടിയിട്ടുള്ള ആ പടത്തിൽ ഞാൻ എഴുതിയ വേറൊരു പാട്ടിൻ്റെ 2 വരി പാടാം. ഓ പൂവട്ടക തട്ടി ചിന്നി പൂമലയിൽ പുതുമഴ ചിന്നി പൂക്കൈത കയ്യും വീശി അമലയിമല പൂമല കയറി. ഓ പൂവട്ടക തട്ടി ചിന്നി പൂമലയിൽ പുതുമഴ ചിന്നി പൂക്കൈത കയ്യും വീശി അമലയിമല പൂമല കയറി. ഓണം ഇവിടെ എത്തിയിരിക്കുക. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഓണം എത്തിയിരിക്കുന്നത്. ഓണം ആഘോഷം വളരെ വിനയപൂർവ്വം ഹൃദയപൂർവ്വം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ഞാൻ പ്രഖ്യാപിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു ഓണം അതിഗംഭീരമാണ് എന്ന് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. ഞാൻ എൻ്റെ ഒരു കവിതയുടെ ഒരു കഷ്ണം കൂടി പാടാം. ഒരു തലമുറയുടെ കർമ്മഫലങ്ങളെയാകെ കൊച്ചു തലച്ചുമടക്കിയ കുഞ്ഞുണ്ണിക്ക് ഒരു കീഴ്ശാന്തി പകരപ്പണി കൊണ്ട് ഇല്ലത്തൊരു നേരം കഷ്ടിശാന്തി. എൻ്റെ ജീവിതമാണ് ഒരു കീഴ്ശാന്തി പകരപ്പണി കൊണ്ട് കിട്ടിയിട്ടുള്ള ചില്ലറ പൈസ കൊണ്ടാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ എൻ്റെ കുടുംബം പുലർത്തിയത്. എൻ്റെ യാത്രയും സിനിമ കാണലും പിന്നെ കിടക്കാൻ പോലും എനിക്ക് സ്ഥലമില്ലായിരുന്നു. ഞാൻ റെയിൽവേ സ്റ്റേഷനിലാണ് കിടന്നുറങ്ങിയത്. എൻ്റെ ഓണങ്ങൾ പലപ്പോഴും റെയിൽവേ സ്റ്റേഷനിലായിരുന്നു. പക്ഷേ ഞാൻ ഇന്ന് അതെല്ലാം ദൈവം എനിക്ക് തിരിച്ചു തന്നിരിക്കുന്നു. എനിക്ക് പുതിയ ഓണവും പുതിയ നന്മകളും പുതിയ പാട്ടുകളും സ്നേഹവും സംഗീതവും ഒക്കെ തന്നിരിക്കുന്നു എന്നുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നു.
ഞാൻ അധ്വാനിച്ച് നേടിയതാണ്. അല്ലാതെ ദൈവത്തിൻ്റെ കടാക്ഷത്തിൻ്റെ കൂടെ അതിന് കാത്തിരിക്കാറൊന്നുമില്ല. ഞാൻ ഇടതുമുഖം മുഴുവൻ നടന്നിട്ടും ഞാൻ ഷിബു പറഞ്ഞപ്പോൾ ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഉടനെയാണ് ഞാൻ നിങ്ങളുടെ പരിപാടിക്ക് എത്തിയിട്ടുണ്ട്. ആഹ്ലാദപൂർവ്വം ഈ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുകയാണ്. അതുപോലെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി വന്നത് പ്രഖ്യാപിക്കുന്നു. എനിക്ക് ഈ പരിപാടി കഴിഞ്ഞിട്ട് നേരെ ഗുരുവായൂരേക്ക് പോകാനുണ്ട്, വേറെ പരിപാടിയുണ്ട്. അതുകൊണ്ട് എന്നെ കുറച്ച് നേരത്തെ പോകാൻ അനുവദിക്കണം. ഞാൻ മാഡത്തിനോട് സമ്മതം ചോദിക്കുന്നു, എല്ലാവരും സമ്മതം ചോദിക്കുന്നു. ഹൃദയപൂർവ്വമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കെടുക്കുന്നത്. ഈ ഇത്രയും ഊർജം എനിക്ക് തന്നതിന് നന്ദി. നമസ്കാരം. അല്ല, നിങ്ങളാരും എന്നോട് ചുണ്ടി പിടിക്കരുത്. എനിക്ക് വേറെ പരിപാടികളുകൊണ്ടാണ്. നിങ്ങളാരും അവിടുന്ന് അനങ്ങരുത്. പരിപാടികളെല്ലാം കേൾക്കണം, കാണണം കേട്ടാ. നമസ്കാരം. എൻ്റെ കുഞ്ഞുമക്കൾ എന്താ ഡിസൈറ്റാണ് പാടിയത്? അഭിനന്ദനം. ഏറെ തിരക്കിനിടയിലും ഇവിടെ എത്തിയ അദ്ദേഹത്തെ ഒന്നും കൂടി നഗരസഭയുടെ ഭാഗമായിട്ട് നന്ദി പറഞ്ഞുകൊള്ളുകയാണ്. വ്യക്തികളായിട്ട് എൻ്റെ ആശംസ അറിയിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ തിരുവാതിര വിളിച്ച അതിനെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. അതുപോലെ നഗരസഭയുടെ കേരളത്തിലെ ഏറ്റവും ഭംഗിയായിട്ട് നടത്തിക്കാനുള്ള അവസരം അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാക്കാർക്കും അതിനും കൂടി ഒരു നന്ദി ഞാൻ പറയുകയാണ്. നഗരസഭ ഇവിടെ താമസിക്കുന്ന ജീവനക്കാർക്കും അല്ലെങ്കിൽ നമ്മളെ ബന്ധപ്പെട്ടിരുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ പേര് നന്ദി ഒന്നുകൂടി അദ്ദേഹത്തിൻ്റെ ഏറെ സവിശേഷമായ ഇന്നത്തെ ഈ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്ന ബഹുമാനിയായ ഇത്തരം ജനകീയ സംഗീതത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. അതിനെ ദേവദുന്ദുഭിയായിട്ട് അദ്ദേഹം താരതമ്യം ചെയ്യുന്നു. 85-ലൊരു പാട്ടും 25-ലൊരു പാട്ടും. അപ്പോൾ ഒരു കാലഘട്ടത്തിൻ്റെ വ്യത്യാസം അതിനെ വളരെ ഭംഗിയായി നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറഞ്ഞാണ് അദ്ദേഹം പോയത്. അതുതന്നെയാണ് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം. ഗാനത്തിന്റെ പാലാഴി തീർത്ത ആ മഹത് വ്യക്തിത്വം ഇന്നിതിനെ ധന്യമാക്കിയപ്പോൾ ഈ ഓണം എങ്ങനെയാണ് ഇപ്പോൾ കേരളം കഴിഞ്ഞ ഒരാഴ്ചയായി കൊണ്ടാടിയിട്ടുള്ളത് എന്ന് പരിശോധിച്ചാൽ